കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇന്ന് 8 മരണം. ഇതുവരെ മരിച്ചത് 28 പേർ. 3 പേരെ കാണാതായി. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. മരങ്ങൾ കടപുഴകി വീണ് പലയിടത്തും വ്യാപക നാശനഷ്ടം. 200-ലേറെ വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശത്ത് വെള്ളക്കെട്ട്. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മണ്ണിടിഞ്ഞും മരം വീണും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിനുകൾ വൈകി ഓടുന്നു. മംഗളൂരുവിൽ മണ്ണിടിഞ്ഞ് 2 കുട്ടികൾ ഉൾപ്പെടെ 3 മരണം. അമ്മ ഗുരുതരാവസ്ഥയിൽ. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. രാഷ്ട്രീയ പോരാട്ടമെന്ന് MP ഗോവിന്ദൻ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്ന് എം സ്വരാജ്. UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യം PV അൻവർ പറയട്ടെ എന്ന നിലപാട് ആവർത്തിച്ച് VD സതീശൻ. KTU മുൻ VC സിസ തോമസിന്റെ വിരമിക്കലാനുകൂല്യം തടഞ്ഞുവെച്ച കേസിൽ സർക്കാരിന് തിരിച്ചടി. 2 ആഴ്ചയ്ക്കകം വിരമിക്കലാനുകൂല്യം മുഴുവനും നൽകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. IPL എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട്. മഴക്കെടുതിയിൽ ഇന്ന് 5 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് 25 പേരാണ് മരിച്ചത്. 3 പേരെ കാണാതായി. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നു. മരം കടപുഴകി വീണ് പലയിടത്തും വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. 200-ലേറെ വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, ഇപ്പോഴും പലയിടത്തും ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിലാണ് റെഡ് അലർട്ട്. മുൻകരുതലുകളും അതുപോലെ തന്നെ ജാഗ്രതയും ഒക്കെ എങ്ങനെയാണ്? അമ്പലി, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 4 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ എല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാല ഉള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും മറ്റ് തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇന്ന് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അമ്പലി, അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. മഴക്കെടുതിയിൽ ഇന്ന് 5 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുവരെ സംസ്ഥാനത്ത് 25 മരണം സ്ഥിരീകരിച്ചു. 3 പേരെ കാണാതായിട്ടുണ്ട്. പുഴകളിലെല്ലാം ജലനിരപ്പ് ഉയരുകയാണ്. പലയിടത്തും വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. കോട്ടയം പനച്ചിക്കാട് പാറയ്ക്കൽ കടവിൽ മീൻ പിടിക്കാൻ പോയ 2 യുവാക്കൾ വെള്ളം മുങ്ങി മരിച്ചു. കൊല്ലാട് പാറയ്ക്കൽ കടവ് പാറത്താഴി ജോബി, പോളച്ചിറയിൽ അരുൺ സാം എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ജോബിയുടെ സഹോദരൻ ജോഷി രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കനത്ത മഴയിൽ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ വെള്ളം കയറി കിടക്കുകയായിരുന്നു. ഇവിടെ ചൂണ്ടയിടുന്നതിനായാണ് 3-അംഗ സംഘം വള്ളത്തിലെത്തിയത്. പാടശേഖരത്തിൽ ചൂണ്ടയിടുന്നതിനിടെ വള്ളം അപ്രതീക്ഷിതമായി മുങ്ങുകയായിരുന്നു. കാസർഗോഡ് പട്ളയിൽ കാൽ തന്നെ തോട്ടിൽ വീണ് യുവാവ് മരിച്ചു. ഉദുമ കരിപ്പോടിയിലെ ഫാൽക്കൺ അസീസിന്റെ മകൻ സാദിഖാണ് മരിച്ചത്. ദുബായിലായിരുന്ന സാദിഖ് ഗൾഫിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച ഭാര്യ സഹോദരന്റെ മൃതദേഹത്തിനൊപ്പം നാട്ടിലെത്തിയതായിരുന്നു. മധ്യകേരളത്തിൽ കനത്ത മഴ തുടരുന്നു. 4 അണക്കെട്ടുകൾ തുറന്നു. നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. എറണാകുളത്തെ കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ തകർന്നു. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി, എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇടുക്കിയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 അണക്കെട്ടുകൾ തുറന്നതോടെ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് വൈദ്യുതി തടസ്സപ്പെട്ടു. കഴിഞ്ഞയാഴ്ച മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പ്രശ്നമുണ്ടായത്. 10 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നത്. കോട്ടയത്ത് മീനച്ചിലാർ കരകവിഞ്ഞു.
നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 21 ദുരിതാശ്വാസ ക്യാമ്പിലായി 300-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴയിൽ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു. പ്രധാന നദികൾ കരകവിഞ്ഞതോടെ ഗ്രാമീണ സർവീസ് റോഡുകളിൽ ഗതാഗതം നിലച്ചു. തലവടി പഞ്ചായത്തിലെ കുതിരച്ചാൽ കോളനിയിലെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശവാസികൾ ബന്ധുവീടുകളിലേക്ക് മാറി. ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ അപ്പർ കുട്ടനാട്ടിലെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി വഴി വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള താമസമാണ് അപ്പർ കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കുന്നത്. അങ്കമാലിയിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു. മധുരപ്പുറം പാലത്തിനടുത്തു നിന്ന വാഗമരം കടകൾക്ക് മേലെ പതിക്കുകയായിരുന്നു. കൂത്താട്ടുകുളത്ത് മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വൃദ്ധ മരണപ്പെട്ടു. തിരുമാറാടി സ്വദേശി അന്നക്കുട്ടിയാണ് മരിച്ചത്. തീരമേഖലകളിൽ കനത്ത മഴയും കടലാക്രമണവും തുടരുകയാണ്. കണ്ണമാലി പ്രദേശത്ത് കടലാക്രമണത്തെ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറി. ജിയോ ബാഗുകളോ മറ്റ് സംവിധാനങ്ങളോ സ്ഥാപിക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഇതുവരെ 182 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശവും മരം കടപുഴകിയുള്ള അപകടങ്ങളും ജില്ലയിൽ പലയിടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും റെഡ് അലേർട്ടാണ്. കണ്ണൂരും മലപ്പുറത്തും വെള്ളത്തിൽ വീണ് 2 പേരെ കാണാതായി. വയനാട്ടിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരുന്നു. വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ മഴ അതിശക്തമായി തുടരുകയാണ്. പലയിടത്തും ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. നിരവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി. കണ്ണൂർ താവക്കരയിൽ 50 കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത്. റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിയാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. വയനാട്, കോഴിക്കോട് ജില്ലകളിലും നിരവധി കുടുംബങ്ങൾ ക്യാമ്പിലാണ് കഴിയുന്നത്. കനത്ത മഴയിൽ വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് ഹൈസ്കൂൾ റോഡിലെ താൽക്കാലിക പാലം ഒഴുകിപ്പോയി. മലയോര മേഖലകളിൽ ജാഗ്രത തുടരുകയാണ്. മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നദികളിൽ ഇറങ്ങാനോ നദികൾ മുറിച്ചു കടക്കാനോ പാടുള്ളതല്ല. അപകട സാധ്യതാ മേഖലയിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിലും വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കനത്ത മഴ വടക്കൻ കേരളത്തിലെ റെയിൽ ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. മഴ ശക്തമായി കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായി. കാസർഗോഡ് മധുവാഹിനിപ്പുഴയും ചിത്താരിപ്പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. നിരവധി വീടുകളും പ്രദേശങ്ങളും വെള്ളം കയറി ദുരിതത്തിലായി. ശക്തമായ മഴ തുടരവെ മഞ്ചേശ്വരം താലൂക്കിലെ കണ്ണുതീർത്ത, ഉദ്യാവർ, കുഞ്ചത്തൂർ, ഹൊസങ്കടി, മജിബയൽ തുടങ്ങിയ പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി. പല വീടുകളിലേക്കും വെള്ളമെത്തി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഡ്രെയിനേജ് സ്ഥാപിക്കാത്തത് ഗ്രാമപ്രദേശങ്ങളിലടക്കം രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് കാരണമായി. മഞ്ചേശ്വരം മജിബയലിൽ നിർത്തിയിട്ട കാറും സ്കൂട്ടറും വെള്ളത്തിൽ ഒഴുകിപ്പോയി. മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷം വാഹനങ്ങൾ വീണ്ടെടുത്തു. മജിബയൽ മുകുളി റോഡ് തകരുകയും ചെയ്തു. സ്ഥലത്ത് 15ഓളം വീടുകൾ വെള്ളത്തിലാണ്. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞ് കാസർഗോഡ് മധൂർ ക്ഷേത്രവും പരിസരവും വെള്ളത്തിൽ മുങ്ങി. കാഞ്ഞങ്ങാട് ചിത്താരിപ്പുഴ കരകവിഞ്ഞ് അള്ളങ്കോട്, രാമഗിരി, കൊട്ടിലങ്ങാട്, കീക്കാനം പ്രദേശങ്ങളിലായി 60ഓളം വീടുകൾ വെള്ളത്തിലായി. പുഴ കരകവിഞ്ഞതിനാൽ ഒഴുക്ക് ശക്തമാണ്. ചിത്താരിപ്പുഴയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെട്ടത് പുഴ കരകവിഞ്ഞൊഴുകുന്നതിന് പ്രധാന കാരണമായി. ശക്തമായ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായ ചട്ടഞ്ചാലിൽ ദേശീയപാത വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലം വഴി തിരിച്ചുവിട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്. മഴ കനത്തതോടെ കടൽക്ഷോഭവും ശക്തമായി. ആലപ്പുഴയിൽ തീരദേശത്തെ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. പല വീടുകളിലും വെള്ളം കയറിയതോടെ ദുരിതത്തിലാണ് തീരദേശ ജനത. കാലവർഷമെത്തിയതോടെ ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ കടലാക്രമണം ശക്തമാണ്. ചേർത്തല, ഒറ്റമശ്ശേരി, പുന്നപ്ര, തൃക്കുന്നപ്പുഴ, ചേലക്കാട്, ആറാട്ടുപുഴ, തറയിൽക്കടവ് എന്നിവിടങ്ങളിലാണ് ശക്തമായ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. ഒറ്റമശ്ശേരിയിൽ നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിലാണ്. മുതുകേൽ, കുട്ടച്ചൻ, ദാസൻ, പടിഞ്ഞാറേ വീട്ടിൽ എന്നിവരുടെ വീടുകൾ കടലെടുക്കുന്ന നിലയിലാണ്. കടലേറ്റത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പുന്നപ്ര, തെക്ക്, വടക്ക് പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ കടൽഭിത്തി തകർന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ട് ഒഴിയിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഈ അധികൃതർക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പ്രസാദ് സാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിവിടെ കണ്ടിട്ട് തരാമെന്ന്. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇന്ന് വരെ പ്രസാദ് സാറിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ കണ്ടിട്ട്
കടൽ പ്രക്ഷുബ്ധമായതിനാൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബീച്ചുകളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ആറാട്ടുപുഴ തറയിൽക്കടവ് ഭാഗങ്ങളിൽ കടൽഭിത്തിക്ക് മുകളിലൂടെയാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കടൽഭിത്തിക്ക് മുകളിലൂടെ തീരദേശ റോഡിലേക്കും തിരകളെത്തുന്നു. തൃക്കുന്നപ്പുഴ ചേലക്കാട് കടൽക്ഷോഭത്തിൽ തീരത്തുണ്ടായിരുന്ന വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. കാട്ടാശ്ശേരിയിൽ നൌഷാദ്, സഹോദരൻ സിയാദ് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഒരു ശുചിമുറിയും സിറ്റൗട്ടും ഭാഗികമായി തകർന്നു. വീടിന്റെ ഭിത്തിയോട് ചേർന്നുള്ള പ്രദേശത്തെ മണ്ണ് വരെ കടലെടുത്തു. കടൽ ഭിത്തി ഇല്ലാത്തതാണ് പ്രതിസന്ധി. അതിനാൽ തന്നെ ചാക്കുകളിൽ മണ്ണ് നിറച്ച് സംരക്ഷണ ഭിത്തി ഒരുക്കേണ്ട ഗതികേടിലാണ്. കടൽക്ഷോഭം ഇനിയും രൂക്ഷമായി തുടർന്നാൽ വീടുകൾ കടലെടുക്കുമെന്ന അവസ്ഥയിലാണ് ഇവർ ജീവിതം തള്ളി നീക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കാണുന്നു. കണ്ടതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും. UDF സമ്പൂർണ്ണമായും ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഇനി കേരളത്തിൽ ഒരു മൂന്നാമതൊരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത്, ഭരണമാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കോൺഗ്രസ് ഇതരരും UDF-കാരല്ലാത്തവരുമായിട്ടുള്ള ജനവിഭാഗങ്ങളും ഈ ഇലക്ഷനിൽ ആര്യാടൻ ഷൗക്കത്തിനുള്ളതുമായി വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വൻപിച്ച പുരുഷത്തോടുകൂടി ഷൗക്കത്ത് ഇത്തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെടും എന്നുറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ശക്തിയും സുഹൃത്തുമായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ പിൻഗാമിയായി ഷൗക്കത്ത് കേരള നിയമസഭയിലേക്ക് വരുന്ന സൂചന ഞാൻ കാത്തിരിക്കുകയാണ്. ഷൗക്കത്തിന് എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ചാൽ BJP സ്ഥാനാർത്ഥി ഉറപ്പായും കെട്ടിവെച്ച കാശ് പോകും എന്ന കാര്യവും സംശയമില്ല. എനിക്ക് പറയാതെ പറയട്ടെ, നമ്മൾ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്, ഈ ഇലക്ഷനിൽ ഷൗക്കത്തെ പിന്താങ്ങാൻ പോകുന്നത് കോൺഗ്രസ്സുകാരും അനുഭാവികൾ മാത്രമല്ല, UDF-കാരും അനുഭാവികൾ മാത്രമല്ല, ഒരു തുടർ ഭരണം ഉണ്ടായി കൂടാ എന്നാഗ്രഹിക്കുന്ന കേരളം മുഴുവൻ അവരുടെ പ്രതിനിധികളായി നിലമ്പൂരുകാർ വോട്ട് ചെയ്യാൻ പോകാൻ. തുടർ ഭരണത്തെ എതിർക്കുന്ന എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്താഗതികൾക്ക് അതീതമായി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യും. അതുകൊണ്ട് വൻ ഭൂരിപക്ഷം നിലമ്പൂരിൽ ഒരു ചരിത്ര വിജയം ഷൗക്കത്തുണ്ടാവുന്ന ഉറച്ച വിശ്വാസം. ഇതുപോലെ തന്നെ പിണറായി സർക്കാരിനെ താഴെ ഇറക്കണം, പിണറായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ MLA രാജിവെച്ചത്. ആ MLA കൂടെ നിർത്തണ്ടേ കോൺഗ്രസ്? ഈ ഷൗക്കത്ത് സംസാരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിൻ്റെ ഒരു ഗുരുനാഥനെ പോലെ നീണ്ട 6 പതിറ്റാണ്ടിലേറെ കാലം ദീർഘമായി കൂടെ ഒരു മെയ്യായി ഒരു മനസ്സായി പ്രവർത്തിച്ച ആന്റണി സാർ എനിക്ക് പിതൃതുല്യനാണ്. ഇന്നെൻ്റെ പിതാവില്ല, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറില്ല. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമ്പോൾ, എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുമ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇത് AK ആന്റണി സാറാണ്. AK ആന്റണി സാറ് എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടായിരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കേണ്ടത് എന്ന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചതാണ്. ഇവിടുന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം, ഈ ആശീർവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവും ഉമ്മൻചാണ്ടി സാറും ഒക്കെ കൂടെയുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും ഒക്കെ ലഭിക്കുകയാണ് ആന്റണി സാറിൻ്റെ അടുത്ത് വന്ന് ഈ അനുഗ്രഹം വാങ്ങുമ്പോൾ. അതുകൊണ്ട് ഒരു സംശയവുമില്ല, കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട UDF-ന് നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ മുൻപിലാണ് UDF. മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അവസാനിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് തുടക്കം. അതിൽ ഉത്തരവാദിത്തങ്ങൾ കൂടുതലല്ലേ സ്ഥാനാർത്ഥികളെ? സ്വാഭാവികമായിട്ടും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം
2026 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ളൊരു തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഗൗരവവും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം എല്ലാവരും ചേർന്നു പിടിച്ചുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു ചരിത്ര ഭൂരിപക്ഷം നിലവിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ആ ദൗത്യം പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അത് നേടിയെടുക്കാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കാണാനെത്തി. ഇതിനുശേഷം മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പാണ് AK ആന്റണിയെ കാണാനെത്തിയത്. നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി ചരിത്ര വിജയം നേടുമെന്നാണ് AK ആന്റണി പറഞ്ഞത്. മഴ സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ, ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കോന്നി, മല്ലപ്പള്ളി, തിരുവല്ല എന്നിവിടങ്ങളിലായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മണിമലയാർ കരകവിഞ്ഞ് തിരുവല്ല നഗരസഭയിൽ ഉൾപ്പെടുന്ന തിരുമൂലപുരം, മംഗലശ്ശേരി, ആറ്റുമാലി, പുളിക്കത്രക്കുഴി എന്നീ പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയത്. ഇതേ തുടർന്ന് പ്രദേശവാസികളെ തിരുമൂലപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ഏതാണ്ട് 70ഓളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. മണിമലയാറ്റിൽ നിന്നും നേരിട്ട് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണിത്. ഒപ്പം കോന്നി, മല്ലപ്പള്ളി എന്നിവിടങ്ങളിലും ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വനമേഖലയിലടക്കം മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ കാറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് വരുത്തിയത്. 18 വീടുകൾ ഭാഗികമായി തകർന്നു. 150ഓളം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നതിനാൽ സീതത്തോട്, ആങ്ങമൂഴി എന്നിവിടങ്ങളിലെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിന് സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കനത്ത മഴയിൽ കോഴിക്കോട് ബാലുശ്ശേരിയിൽ വീട് തകർന്നു. കോട്ടൂർ കാളിവയൽ താഴെ രാമകൃഷ്ണന്റെ വീടാണ് തകർന്നത്. ആളപായമില്ല. പെരുമണ്ണ കുറിഞ്ഞോടത്ത് പാലത്തും വീട് ഭാഗികമായി തകർന്നു. ചെറുവോട്ടിരിപ്പറമ്പ് നജ്മൽ ബാബുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും KSEBക്ക് വൻ നാശനഷ്ടം. നിലവിലെ കണക്കുകൾ പ്രകാരം 2656 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 19,513 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. വിതരണ മേഖലയിൽ ഏകദേശം 138,87,00,000 രൂപയുടെ നഷ്ടമുണ്ടായതായും KSEB അറിയിച്ചു. മംഗളൂരുവിൽ കനത്ത മഴയിൽ വീടുകൾക്ക് മുകളിൽ കുന്നിടിഞ്ഞു വീണുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ 4 മരണം. ഉള്ളാൾ മണ്ടേപ്പടുവിൽ കാന്തപ്പ പൂജാരിയുടെ ഭാര്യ പ്രേമ, പേരമക്കളായ 3 വയസ്സുള്ള ആര്യൻ, 2 വയസ്സുള്ള ആരുഷ് എന്നിവരാണ് മരിച്ചത്. കുട്ടികളുടെ അമ്മ അശ്വിനിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച നിലയിൽ അമ്മ അബോധാവസ്ഥയിലായിരുന്നു. പുറത്തേക്കെടുക്കുമ്പോഴും 2 കുഞ്ഞുങ്ങളും മരിച്ചിരുന്നു. കനകരയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ 7 വയസ്സുകാരി ഫാത്തിമയും മരണപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വന്നാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായാണ് കാണുന്നതെന്നും രാഷ്ട്രീയം പറഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്ന് സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ഉച്ചയോടെ തന്നെ പ്രഖ്യാപനമുണ്ടായി. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ CPM തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുൻ MLA M സ്വരാജിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മുന്നണിയെ ഒറ്റുകൊടുത്ത് UDFനൊപ്പം പോയ യൂദാസാണ് PV അൻവറെന്നും അൻവറിന്റെ ദയനീയ ചിത്രമാണ് ഇപ്പോൾ കാണുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സാഹചര്യം നിലമ്പൂരിലുണ്ടെന്നും LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്നും സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്.
ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും. നിലമ്പൂരിൽ ധൈര്യമുണ്ടെങ്കിൽ LDF സ്ഥാനാർത്ഥിയായി നാട്ടുകാരൻ കൂടിയായ M സ്വരാജിനെ കൊണ്ടുവരണമെന്ന കോൺഗ്രസ് നേതാവ് VT ബൽറാമിനും സ്വരാജ് മറുപടി നൽകി. അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പോൾ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേസമയം CPM നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടിയെങ്കിലും അഭിമാന പോരാട്ടം എന്ന നിലയിലാണ് പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരൻ കൂടിയായ സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് എത്തിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി M സ്വരാജ് അങ്കത്തട്ടിലിറങ്ങുന്നതോടെ തീപാറുന്ന പോരാട്ടത്തിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ഒത്ത എതിരാളിയായി അണികളിൽ ആവേശം കൊള്ളിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്വരാജിനെ കളത്തിലിറക്കി കോൺഗ്രസിന്റെയും അൻവറിന്റെയും വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് CPM. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി പാർട്ടി നിയോഗിച്ച നേതാവായിരുന്നു M സ്വരാജ്. മണ്ഡലത്തിന്റെ സ്പന്ദനങ്ങളും അടിയൊഴുക്കും ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ തന്നെ പ്രചാരണം ഏകോപിപ്പിച്ച് മേൽക്കൈ നേടാനായിരുന്നു തീരുമാനം. എന്നാൽ UDF-നുള്ളിൽ PV അൻവർ ഉയർത്തിയ വിവാദ ചുഴിയിൽ കലങ്ങിമറിഞ്ഞ നിലമ്പൂർ രാഷ്ട്രീയം CPM-ന് നൽകിയ മുറിവും ചെറുതായിരുന്നില്ല. ആദ്യവസാനം വരെ സ്വതന്ത്രരെ തപ്പിയിറങ്ങിയ CPM-ന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നടക്കം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ഇറക്കാൻ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരുന്നു. VT ബൽറാം സ്വരാജിനെ പേരെടുത്തു പറഞ്ഞാണ് വെല്ലുവിളിച്ചത്. ഇതിനിടെ ഉയർന്നു വന്ന പല സ്വതന്ത്രരിലും പാർട്ടിക്ക് സമവായത്തിലെത്താനും കഴിഞ്ഞില്ല. സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉടക്കിയപ്പോൾ നീക്കങ്ങൾ പലതും പാളി. പ്രമുഖനായ കോൺഗ്രസ് നേതാവിനെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമവും അവസാന നിമിഷം ഫലം കണ്ടില്ല. ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നിർണായക തീരുമാനമെടുത്തു. വെല്ലുവിളി ഏറ്റെടുക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായ സാക്ഷാൽ M സ്വരാജ് തന്നെ അങ്കത്തട്ടിലിറങ്ങുക. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്ന ആക്ഷേപം വർഷങ്ങളായി കേൾക്കുന്ന മണ്ഡലത്തിൽ ഒരു പോരാളിയായി ഇറങ്ങാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററും തൃപ്പൂണിത്തുറ മുൻ MLA-യുമായ M സ്വരാജിനെ പാർട്ടി നിയോഗിച്ചു. മുൻകാലങ്ങളിലെ അൻവറിന്റെ സ്വാധീനം കൊണ്ട് ഇടതിന് വളക്കൂറുള്ള മണ്ണായി നിലമ്പൂർ മാറിക്കഴിഞ്ഞു എന്നതും സ്വരാജിനെ പോലെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാവുമ്പോൾ സാഹചര്യം അനുകൂലമാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്. പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തന്റെ പ്രസംഗങ്ങൾ കൊണ്ട് വലിയൊരു അനുയായി വൃന്ദത്തെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള M സ്വരാജ് CPM-ന്റെ രണ്ടാം തലമുറയിൽ ഏറെ പ്രതീക്ഷ മുഖം കൂടിയാണ്. കരുത്തനായ നേതാവിനെ കളത്തിലിറക്കി അൻവറിനെയും കോൺഗ്രസിനെയും ഒരേ സമയം നിലംപരിശാക്കാൻ കഴിയുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു പകൽ കൂടി PV അൻവർ കാത്തിരിക്കും. വൈകിട്ട് നടക്കുന്ന നിർണായക UDF യോഗം വരെ കാത്തിരിക്കാനാണ് അൻവറിന്റെ തീരുമാനം. കോൺഗ്രസ് നേതൃത്വം ഒരു തരത്തിലും വഴങ്ങാത്ത സാഹചര്യത്തിൽ നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കണമെന്നതായിരുന്നു ഇന്നലെ ചേർന്ന തൃണമൂൽ കോൺഗ്രസ് നേതൃയോഗത്തിന്റെ തീരുമാനം. ഇന്ന് നടക്കുന്ന പ്രവർത്തക സമിതിയിൽ മത്സരത്തിന് അംഗീകാരം നൽകാനുമായിരുന്നു നീക്കം. എന്നാൽ ഇതിനിടയിലും UDF-ലെ പല നേതാക്കളുമായി അൻവർ ചർച്ച തുടർന്നു. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF-ലെ പല നേതാക്കളും അൻവറിനെ പിണക്കാതെ കൂടെ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അൻവർ വിഷയത്തിൽ ഇന്ന് ചേരുന്ന UDF യോഗത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻവർ മയപ്പെടുന്നത്. UDF യോഗം കഴിയുന്നതുവരെ കാത്തിരിക്കാനാണ് തീരുമാനം. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDF-ന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. എന്നാൽ അൻവറിന് ഒരു കാരണവശാലും വഴങ്ങരുതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് UDF എങ്ങനെ മറികടക്കും എന്നതാണ് ചോദ്യം. നിലമ്പൂരിലെ അനുകൂല സാഹചര്യം പരസ്പരം പോരടിച്ച് നശിപ്പിക്കരുതെന്ന വാദവും UDF-ൽ ശക്തമാകുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ പകലോടുകൂടി കാര്യങ്ങൾക്ക് വ്യക്തത കൈവരും. അമൃത ന്യൂസ്, മലപ്പുറം. PV അൻവറിന്റെ മുദ്രാവാക്യവും UDF-ന്റെ മുദ്രാവാക്യവും ഒന്നാണെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവർ UDF-മായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ നിമിഷം വരെയുള്ള പ്രതീക്ഷയെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന തത്വമാണ് UDF-നുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യവും
അതുപോലെ തന്നെ UDF എന്നുള്ള നിലയിൽ കോൺഗ്രസും ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്നു തന്നെയാണ്. അൻവർ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും എൻ്റെ വിശ്വാസം. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യം അൻവർ പറയട്ടെ. അൻവറിന്റെ വിഷയത്തിൽ UDF-ൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും LDF പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയത് നിവൃത്തികേടുകൊണ്ടാണെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. അത് ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു. ഇനി എപ്പോഴും അത് തന്നെ ചോദിക്കല്ലേ. അല്ലല്ല, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. ഞാൻ 2 വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2 വാചകം. ഒന്ന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ്. അങ്ങനെ തീരുമാനിച്ചാൽ UDF-ൻ്റെ അഭിപ്രായം UDF അപ്പം പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാരം സ്ഫുരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടില്ല. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സ്ഥാനാർത്ഥി പുതുപ്പള്ളി പള്ളിയിലെത്തി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയത്. ചാണ്ടി ഉമ്മൻ MLA, ഫ്രാൻസിസ് ജോർജ് MP, KC ജോസഫ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തന്നോടൊപ്പമുണ്ടെന്ന് ഷൗക്കത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്നും ഷൗക്കത്ത് പറഞ്ഞു. എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് ആവേശം വരുന്നത്. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളാണ്. നാളെ മുതൽ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ. ചുരുങ്ങിയ സമയത്തേക്ക് ശക്തി പ്രകടനം നടത്തേണ്ടത് അത്യാവശ്യമെന്ന് തോന്നുന്നില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP മത്സരിക്കാത്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. അത് ഗുണമാണ് ചെയ്തത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണെന്നും CK പത്മനാഭൻ കോഴിക്കോട് പറഞ്ഞു. ഇനി മത്സരിച്ചു അല്ലെങ്കിൽ മത്സരിച്ചില്ല, മത്സരിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പല സന്ദർഭത്തിലും മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് മത്സരിക്കണം എന്നൊരു നിർബന്ധം വെക്കേണ്ട കാര്യമില്ല. കാരണം 6 മാസത്തേക്ക് മറ്റാണ് ഇനിയിപ്പം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാലും അത്രയേ അതിൻ്റെ കാലാവധിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു ശക്തിപ്രകടനം നടത്തണമെന്നുള്ള അതത്ര അത്യാവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. പിന്നെ പഴയ കാലത്ത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും BJP മത്സരിച്ചിട്ടില്ല. അങ്ങനെയുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദോഷവും BJPക്ക് ഉണ്ടായിട്ടില്ല. പലപ്പോഴും അതുകൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ സിസ തോമസ് കേസിൽ സർക്കാരിന് വൻ തിരിച്ചടി. പെൻഷൻ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും 2 ആഴ്ചയ്ക്കകം പൂർണ്ണമായി നൽകണമെന്ന് ഹൈക്കോടതി വിധിച്ചു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിന് മുഴുവൻ വിരമിക്കൽ ആനുകൂല്യങ്ങളും ഉടൻ തന്നെ നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. അച്ചടക്ക നടപടി ചൂണ്ടിക്കാട്ടി വിരമിക്കൽ ആനുകൂല്യം നിഷേധിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള അധികാര തർക്കത്തിൽ ബലിയാടാക്കപ്പെട്ട വ്യക്തിയാണ് സിസ തോമസ്. സർക്കാരിന്റെ പട്ടിക മറികടന്ന് ഗവർണർ സിസ തോമസിനെ VC-ആയി നിയമിച്ചതു മുതൽ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. നിയമനം നിയമപരമല്ല എന്ന് ഹൈക്കോടതി വിധിച്ചുവെങ്കിലും കാലാവധി പൂർത്തിയായതുകൊണ്ട് സിസ തോമസിന്റെ പദവി റദ്ദാക്കിയിരുന്നില്ല. വിരമിക്കൽ ആനുകൂല്യം നൽകാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചിട്ടും സർക്കാർ അനുസരിച്ചില്ല. ഇതേ തുടർന്നാണ് സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. വേടനെതിരെ പരാമർശം നടത്തിയ കേസിൽ കേസരി മുഖ്യപത്രാധിപർ NR മധുവിന് സ്റ്റേഷൻ ജാമ്യം. കൊല്ലം കിഴക്കേ കല്ലട സ്റ്റേഷനിലായിരുന്നു കേസ്. NR മധുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്ന് NR മധു. വേടൻ എന്ന കലാകാരനെയല്ല, വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നത്. പലസ്തീൻ പതാക വെച്ച് പാടുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് കരുതുന്നില്ല. വേടനെ മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും NR മധു പറഞ്ഞു. യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വേടൻ എന്ന കലാകാരനെ അല്ല എതിർക്കുന്നത്. വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ്.
പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പാടുന്ന രാഷ്ട്രീയം അത് ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് ഞാൻ കരുതുന്നില്ല. ചോര കുടിച്ച് ദാഹം മാറാത്ത പുലികൾ അലഞ്ഞു നടക്കുന്നതിനെക്കുറിച്ച് പാടുന്നത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിച്ച LTT എന്ന് പറയുന്ന ഭീകര സംഘടനയെക്കുറിച്ചാണ് എന്ന് സാമാന്യബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുൻ മാനേജറെ മർദ്ദിച്ചെന്ന കേസിൽ ഗൂഢാലോചന ആരോപിച്ച് നടൻ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. DGPക്കും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കുമാണ് പരാതി നൽകിയത്. മാനേജറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദന്റെ നീക്കം. അതേസമയം ഗൂഢാലോചന എന്ന ഉണ്ണിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പരാതിക്കാരൻ വിപിൻ കുമാർ പ്രതികരിച്ചു. മാനേജരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലാണ് നടൻ ഉണ്ണി മുകുന്ദൻ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി DGPക്കും ADGPക്കും പരാതി നൽകിയിരിക്കുന്നത്. നടൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പരാതി നൽകിയ വിവരം അറിയിച്ചത്. നീതി തേടി DGPക്കും ADGPക്കും പരാതി നൽകിയതായും സത്യം പുറത്തുവരുമെന്നും ഉണ്ണി മുകുന്ദൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഈ യാത്രയുടെ അവസാനം സത്യം വിജയിക്കുമെന്നും നടൻ കുറിച്ചു. തനിക്ക് വധഭീഷണിയുണ്ടെന്നും ജീവനും കരിയറിനും ഭീഷണിയുണ്ടെന്നും ഉണ്ണി മുകുന്ദന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2 ദിവസം മുൻപാണ് ഉണ്ണി മുകുന്ദനെതിരെ മാനേജർ വിപിൻ പരാതി നൽകിയത്. ടൊവിനോ തോമസിന്റെ നരിവേട്ട എന്ന ചിത്രത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടത് ചോദ്യം ചെയ്തു മർദ്ദിച്ചു എന്നതായിരുന്നു വിപിന്റെ ആരോപണം. കേസിൽ ഇൻഫോ പാർക്ക് പോലീസ് വിപിൻ കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിപിൻ പ്രതികരിച്ചു. മർദ്ദിച്ചതിനും അസഭ്യം പറഞ്ഞതിനും ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് നിലവിൽ ഉണ്ണി മുകുന്ദനെതിരെ ഇൻഫോ പാർക്ക് പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ താൻ മർദ്ദിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തനിക്കെതിരെ നടക്കുന്ന സംഘടിത ഗൂഢാലോചനയുടെ ഭാഗമാണ് വിപിന്റെ പരാതിയെന്നുമായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് നടൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. IPL എലിമിനേറ്ററിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതലാണ് മത്സരം. പ്ലേ ഓഫ് ഉറപ്പിക്കുന്നതുവരെ മികച്ച രീതിയിൽ കളിച്ച ഗുജറാത്ത് അവസാന 2 കളിയിൽ തോറ്റതിന്റെ ക്ഷീണത്തിലാണ് നിർണായക പോരാട്ടത്തിനെത്തുന്നത്. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ ഓപ്പണിംഗ് ജോഡിയാണ് ടീമിന്റെ കരുത്ത്. തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം മികച്ച ഫോമിലേക്ക് ഉയർന്ന ടീമാണ് മുംബൈ.